വെള്ളായണി ദേവി ക്ഷേത്രത്തെ ഇരുട്ടിലാക്കിയ ദേവസ്വം ബോർഡ് നടപടിക്കെതിരെ പ്രതിഷേധം കനക്കുക തന്നെയാണ്. വെള്ളായണി ദേവി ക്ഷേത്രത്തിന് മുന്നിൽ നിന്നുകൊണ്ട് പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നേരത്തെ നമ്മളോട് പ്രതികരിച്ച എല്ലാവരും പറഞ്ഞിരുന്നത് ഇത് ദേവസ്വം ബോർഡിന്റെ ഒരു വീഴ്ച തന്നെയാണ്. ദേവസ്വം ബോർഡിന് ഒരിക്കലും ഉപദേശക സമിതിയുടെ തലയിൽ ഇക്കാര്യം കെട്ടിവെക്കാൻ ആകില്ല. കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ നമ്മളോട് പ്രതികരിച്ചത് ഇക്കാര്യത്തിൽ തനിക്ക് ഒരു നിലപാടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഈ വിഷയം കൃത്യമായിട്ട് പഠിക്കുവാൻ തനിക്ക് സമയം കിട്ടിയില്ല എന്നാണ്. ഇങ്ങനെയാണ് ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയേണ്ട കാര്യങ്ങൾ? ക്ഷേത്രങ്ങളുടെ ചുമതല അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകണം, നല്ല രീതിയിൽ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള നടപടികൾ എടുക്കേണ്ടത് അതിന് ഉത്തരവാദി കൂടിയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ് നമ്മൾ ജനം ടി വി കൂടെ പുറത്തുവിട്ടത്. രജനി, തീർച്ചയായും അത്തരത്തിലൊരു ഭാഷ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്തതായിരുന്നു. എന്നാൽ ആ ഒരു രീതിയിൽ പ്രതികരിക്കുകയും ചെയ്തു. ഇത് പഠിച്ചിട്ട് പറയാം എന്നൊരു പ്രതികരണം അത് അദ്ദേഹത്തിനെ പോലെ ഒരാളിൽ നിന്ന് ചേരുന്നതായിരുന്നില്ല എന്നും ഈ നിമിഷം പറയാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം ഈ സംസ്ഥാനം ആരാണ് ഭരിക്കുന്നതെന്നും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ആരുടെ കീഴിലാണെന്നും അതുപോലെ തന്നെ KICB ആരുടെ കീഴിലാണ് എന്നതെല്ലാം പ്രവർത്തിക്കുന്നതെന്നെല്ലാം നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ഇടത് സർക്കാർ ഭരിക്കുന്ന സമയത്ത് ഇടത് സർക്കാരിൻ്റെ അധീനതയിലുള്ള രണ്ട് സംവിധാനങ്ങളിൽ നിന്ന് ഇത്തരം സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നത് കുറിച്ച് അറിയില്ല എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ദയനീയമായ സ്ഥിതിയാണ്. നമുക്കറിയാം ഈ സംസ്ഥാനത്ത് തന്നെ വളരെ കുത്തകകളായിട്ടുള്ള മുതലാളിമാർക്കെല്ലാം കോടികൾ കണക്കിന് രൂപയുടെ കുടിശ്ശിക KICB പിടിച്ചെടുക്കാനുണ്ട്. അത്തരത്തിലുള്ള CAG റിപ്പോർട്ടുകൾ വരെ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ തുക പിടിച്ചെടുക്കാതെ ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ള ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മാധ്യമങ്ങളടക്കം ഈ വിഷയങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ്. അതായത് കോടിക്കണക്കിന് രൂപ ഈ വൈദ്യുതി ബില്ലിൻ്റെ ഇനത്തിൽ അല്ലെങ്കിൽ കുടിശ്ശിക ഇനത്തിൽ പിരിച്ച് എടുക്കാനുള്ളപ്പോഴാണ് ഇത്തരത്തിലൊരു ക്ഷേത്രത്തോട് KICBയുടെ ഒരു അനീതി കാണിച്ചിരിക്കുന്നത്. 2 തവണ നോട്ടീസ് നൽകിയെന്നാണ് KICB കൊടുക്കുന്നൊരു വ്യാഖ്യാനമെങ്കിൽ പോലും അതിനെ തുടർന്ന് ഈ നടപടിയിലേക്ക് എത്തിച്ചേർന്നത് ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വൈദ്യുതി ബന്ധം മൊത്തവും വിച്ഛേദിച്ചുകൊണ്ട് ഇരുട്ടിലാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചെന്നെത്തിച്ചത് ഏറ്റവും ദാരുണമായ സംഭവം അല്ലെങ്കിൽ ഏറ്റവും ഹൈന്ദവ സമൂഹത്തെ മുറിവേറ്റുന്ന ഒരു സംഭവമായി പോയി. ഏതായാലും ഈ വിഷയത്തിൽ ഈ നോട്ടീസ് നൽകിയപ്പോൾ പോലും അല്ലെങ്കിൽ ഈ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കാതിരുന്ന അല്ലെങ്കിൽ അതിന് തുക അടയ്ക്കാതിരുന്ന ദേവസ്വം ബോർഡിന്റെ ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ കാണിച്ച പ്രവൃത്തിയാണ് അതിനേക്കാൾ ദാരുണം എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. വളരെ കൃത്യമായി നമുക്കറിയാം ഈ ഇത്തരത്തിലൊരു സാഹചര്യം എത്തിപ്പെട്ടാൽ അല്ലെങ്കിൽ ഇങ്ങനെ കറണ്ട് ഇല്ലാതിരിക്കുന്ന സാഹചര്യം, വൈദ്യുതി ബന്ധം ഇല്ലാതിരിക്കുന്ന സാഹചര്യം അത് ക്ഷേത്രത്തെ എത്രത്തോളം ബാധിക്കുമെന്ന് നമുക്കറിയാം. ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ബാധിക്കും എന്നതെല്ലാം നമുക്ക് അറിയാം. ഇതൊന്നും മുൻകൂട്ടി കാണേണ്ട കാര്യം മാത്രമേ ഉണ്ടാകുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ ഇത് എങ്ങനെ സംഭവിക്കും അല്ലെങ്കിൽ ഇതിന്റെ ഒരു സാഹചര്യം എങ്ങനെ രൂപപ്പെടുമെന്നെല്ലാം നമുക്ക് നേരത്തെ തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ അതിന് മുൻകരുതൽ എന്ന നിലയിലേക്ക് ഈ പണം അല്ലെങ്കിൽ ഈ തുക അടയ്ക്കാനുള്ള ഒരു നടപടി ചെയ്തില്ല. മാത്രമല്ല പ്രതികാര ബുദ്ധിയ ദേവസ്വം ബോർഡും ഇരുന്നതാണ് ഈ ക്ഷേത്രം ഒരു ദിവസം മുഴുവനും ഇരുട്ടിലാകാൻ സാഹചര്യം ഒരുക്കിയത്, രാത്രി മുഴുവനും ഇരുട്ടിലാകാൻ സാഹചര്യം ഒരുക്കിയത്. നമുക്കറിയാം ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം വിലപിടിപ്പുള്ള ആഭരണങ്ങളടക്കം ഉള്ള ഒരു ക്ഷേത്രമാണ്, ദേവിയുടെ തിരുമുടി അടക്കമുള്ളത് ഉള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ ഏറ്റവും കൂടുതൽ വേണ്ട സമയം കൂടിയായിരുന്നു ഈ സാഹചര്യം. ആ സമയത്താണ് ഇത്തരത്തിൽ ഈ ക്ഷേത്രത്തെ ഇരുട്ടിലാക്കുന്ന നടപടിയിലേക്ക് KICBയും ദേവസ്വം ബോർഡും കടന്നത് എന്നാണ് നമുക്ക്. പ്രശാന്ത്, ഇപ്പോൾ 24 മണിക്കൂറിലേക്ക് കടന്നിരിക്കുകയാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ട്. എന്നിട്ട് പോലും KICB ഒരു അനക്കവും ഉണ്ടാക്കിയിട്ടില്ല അവിടെ. മറ്റൊന്നെന്ന് പറയുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമ്മളോട് പറഞ്ഞ വാക്ക് പോലും പാലിച്ചിട്ടില്ല. പണം അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുടിശ്ശിക തീർത്തും അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തീർച്ചയായും ഏകദേശം 12 മണിയോട് അടുക്കുന്നു. 24 മണിക്കൂർ പിന്നിടുന്ന സമയം എത്തിച്ചേരുന്നു. ഇതുവരെ അത്തരമൊരു നടപടികളിലേക്ക് കടക്കുന്നില്ല. ക്ഷേത്രം ഇപ്പോഴും ഈ ഒരു രീതിയിലാണ് ക്ഷേത്രത്തിൽ തുടരുന്നത്. അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പോഴും വൈദ്യുതി ബന്ധം ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത്രയും സമയം അതിക്രമിക്കുമ്പോഴും അതിലെ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കുന്നതിലേക്ക് ഒരു നടപടിയിലേക്ക് കടന്നിട്ടുമില്ല. ഇത്തരമൊരു സാഹചര്യം വീണ്ടും നമുക്കിങ്ങനെ അറിയാം. ഈ ഒരു മണിക്കൂറുകൾ പിന്നിടുന്നു. ഇതുവരെ അങ്ങനൊരു നടപടിയിലേക്ക് ദേവസ്വം ബോർഡ് കടക്കാതിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ ഈ സാഹചര്യത്തെ വിലയിരുത്തുന്നത്? ദേവസ്വം ബോർഡിൻ്റെ അഹങ്കാരം, ഹിന്ദുക്കളോട് കാണിക്കുന്ന അവഗണന, അനീതി, ഇത് മാത്രമേ ഇതിന് പറയാനുള്ളൂ. ദേവസ്വം ബോർഡ് ഏത് ധിക്കാരവും കാണിക്കാൻ തയ്യാറാണ് ഹിന്ദു സമൂഹത്തോടെ. പക്ഷേ അവരെ നിയന്ത്രിക്കുന്നത് ഏത് ആളുകളാണോ കേരളം ഭരിക്കുന്നത് അതേ ആളുകൾ അവരെ നിയന്ത്രിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു പ്രത്യേകതയല്ലേ. ഇലക്ട്രിസിറ്റി ബോർഡ് ആരുടെ കീഴിലാണ് വരുന്നത്? ആരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുന്ന സമയത്ത് ഹിന്ദു ക്ഷേത്രങ്ങളെ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വെള്ളായണി ക്ഷേത്രത്തെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായത് എന്ന് തന്നെ പറയേണ്ടി വരും. ഹിന്ദു സമൂഹം എല്ലാ സമയത്തും എല്ലാ അവഗണനയും അവജ്ഞയും സഹിക്കാൻ തയ്യാറാകില്ല എന്ന് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുക കൂടി ചെയ്യുകയാണ്. ഹിന്ദു സമൂഹം സടകുടഞ്ഞ് എഴുന്നേൽക്കേണ്ടതായിട്ട് വരും.
ആ ഏത് സമയത്തോ സംഭവിക്കാം. എന്തുകൊണ്ട് ഈ പൈസ അടയ്ക്കാൻ ഇതുവരെ തയ്യാറാകുന്നില്ല? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്, പണമടയ്ക്കാൻ ഹിന്ദുധർമ്മ പരിഷത്ത് തയ്യാറാണ്. പക്ഷേ ക്ഷേത്രം വിട്ടുതരണം ഹിന്ദു സമൂഹത്തിന്, ഈ ഹിന്ദുധർമ്മ പരിഷത്തിന് എഴുതി തരണം. സ്വാഭാവികമായും ഈ ക്ഷേത്രം മനോഹരമായി അതേത് നിലയിലാണോ ഇവിടുത്തെ ഹിന്ദു സമൂഹം പ്രതീക്ഷിക്കുന്നത്, ഈ നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത്, അതനുസരിച്ച് ക്ഷേത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഈ സമയത്ത് ഈ അവഗണന ഇനി സഹിക്കാൻ സാധ്യമല്ല. അങ്ങേയറ്റം വരെ എത്തിയിരിക്കുന്നു അവഗണന. ഇതെങ്ങനെയാണ് ദേവസ്വം ബോർഡിനെ അറിയിക്കാൻ ഹിന്ദുധർമ്മ പരിഷത്ത് ഉദ്ദേശിക്കുന്നത്? ഇത്തരമൊരു നിലപാട് അല്ലെങ്കിൽ നടപടി അല്ലെങ്കിൽ ഒരു ഇത് സ്വീകരിക്കുന്നത്, അതേപ്പറ്റി എങ്ങനെയാണ് ദേവസ്വം ബോർഡിനെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്? ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ നമ്മൾ ആഗ്രഹിക്കുന്നത് വിളിക്കാൻ വേണ്ടി. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നമുക്ക് അനുവാദം തന്നില്ല വിളിച്ച സമയത്ത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് സംസാരിക്കണം ആദ്യം കുറച്ച് സൗമ്യമായിട്ട്. പിന്നീട് അതിന് തയ്യാറല്ല എന്നുണ്ടെങ്കിൽ സമാനമായ ഹിന്ദു സംഘടനകളെല്ലാം കൂടി ചേർന്നിട്ട് വേണ്ട വിധത്തിൽ ആലോചിച്ച് നടപടി സ്വീകരിക്കാൻ തയ്യാറാവും. ഇത്തരമൊരു ഒരു സാഹചര്യം, അതായത് ക്ഷേത്രത്തെ ഒരു ഇരുട്ടിലാക്കുന്ന, ക്ഷേത്രത്തെ തകർക്കുന്ന, ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം മുടക്കുന്ന രീതിയിലേക്കൊരു സമീപനം ഉണ്ടാകുന്നു. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ 24 മണിക്കൂർ കഴിഞ്ഞിട്ടും ഇതിൻ്റെ ഒരു വെളിച്ചം അവിടേക്ക് എത്തിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനായിട്ടില്ല? ഇതിന് ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു മറ്റ് പ്രതിഷേധ പരിപാടികളുമായിട്ട് എങ്ങനെയാണ് നീങ്ങാൻ ഉദ്ദേശിക്കുന്നത്? പ്രതിഷേധം അതിഗംഭീരമായിട്ടുണ്ടാകും. കാരണം ഇവർക്ക് തലയിലാണല്ലോ ആദ്യം വെളിച്ചം വരേണ്ടത്. ഇവരുടെ തലയിലും മനസ്സിലും വെളിച്ചമില്ലാത്തടത്തോളം ഇവർ മറ്റുള്ളവർക്കും വെളിച്ചം കൊടുക്കാൻ തയ്യാറല്ല. അവരുടെ പാർട്ടിയാണ് ആരും തന്നെ വെളിച്ചം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന, മനുഷ്യന് വെളിച്ചം ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളാണ് ഇവിടെ ഭരിക്കുന്നത്. അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ സമാനമായി ആദ്യം പറഞ്ഞതുപോലെ ഹിന്ദു സംഘടനകളുമായി ആലോചിച്ച് കൂടിച്ചേർന്ന് ശക്തമായ പ്രക്ഷോഭങ്ങൾ തന്നെ സംഘടിപ്പിക്കാൻ തയ്യാറാകും എന്നാണ് പറയാനുള്ളത്. അതുതന്നെയാണ് രജനി, ശക്തമായ പ്രതിഷേധം ഈ വെള്ളയാണി ക്ഷേത്രത്തോട് കാണിച്ച അവഗണനയിൽ ശക്തമായൊരു പ്രതിഷേധം തന്നെ സംഘടിപ്പിക്കുവാൻ ഹിന്ദു സമൂഹം ഒരുങ്ങുകയാണ്. ഇത്തരത്തിൽ ഒരു സമീപനം പാടില്ലാത്തതായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അതായത് എല്ലാ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി പറയുന്നത് ഇത് തന്നെയാണ്. ഈ ക്ഷേത്രത്തെ തകർക്കുന്ന, ക്ഷേത്രത്തിൻ്റെ ആരാധനാ സമ്പ്രദായങ്ങളെ തകർക്കുന്ന രീതിയിലേക്ക്, ക്ഷേത്രത്തിന് ഉള്ളിൽ വെളിച്ചം പോലും നശിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സമീപനം ഉണ്ടാകുന്നത് അത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു എന്ന് തന്നെയാണ് ഈ ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. ഇത്തരത്തിൽ നിർദ്ദയമായൊരു സമീപനമാണ് ദേവസ്വം ബോർഡും സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ഉത്സവ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭരണസമിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രതികാര ബുദ്ധിയുടെ ഭാഗമായിട്ട് പോലും ഇത്തരം ക്ഷേത്രത്തെ അതിന് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നെങ്കിൽ അത് കോടതിയിൽ കൊണ്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങൾക്ക് നിയമപരമായിട്ട് പരിഹരിക്കാവുന്ന കാര്യങ്ങളെ ഈ ഒരു പ്രതികാര ബുദ്ധിയുടെ ഭാഗമായി കൊണ്ടുവരികയും ഇത്തരം ഒരു സമീപനത്തിലേക്ക് എത്തിച്ചേരുകയും ഒക്കെ ചെയ്തത് വളരെ ദാരുണമായി പോയി. ഈ ഒരു സംഭവം അതിനെ ശക്തമായിട്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായി, പ്രദേശവാസികളും അതുപോലെ തന്നെ ഹൈന്ദവ സമൂഹവും മറ്റ് ആളുകളും അടക്കം ഒറ്റക്കെട്ടായിട്ടാണ് ഇതിനെ പ്രതികരിക്കുന്നത്. പിണറായി സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുക തന്നെയാണ് ഹിന്ദു ധർമ്മ പരിഷത്ത്. ഒപ്പം ദേവസ്വം ബോർഡിന് മുന്നിൽ നിർദ്ദേശവും വയ്ക്കുകയാണ്. ഈ കുടിശ്ശിക അടക്കം അടയ്ക്കാൻ തങ്ങൾ തയ്യാറാണ്, പക്ഷേ ക്ഷേത്രം തങ്ങൾക്ക് വിട്ടുതരണമെന്നൊരു ആവശ്യവും ഹിന്ദു ധർമ്മ പരിഷത്ത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്നാൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിട്ട് കാര്യം ചർച്ച ചെയ്യുവാൻ അദ്ദേഹം സമയം കൊടുത്തില്ല എന്നത് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ KSCBയുടെയും ദേവസ്വം ബോർഡിന്റെയും ഈ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധം തുടരുക തന്നെയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രശാന്ത്.